ഹലോ ഫ്രണ്ട്സ്, അഗലി ലേറ്റസ്റ്റ് റിവ്യൂ. പത്മാവതി രാജുവിനോട് ചോദിക്കുക, രാജു മോൾക്ക് സ്വീറ്റ്സ് കൊടുത്തോ? അവൾ എന്തു പറഞ്ഞു? അത് അമ്മേ, ആ സ്വീറ്റ്സ് കഴിക്കുമ്പോഴെങ്കിലും ഋതിക മേഡത്തിന് എന്നോടുള്ള പിണക്കം മാറുമെന്നാണ് കരുതിയത്. പക്ഷേ അത് ഇരട്ടിക്കുകയാണ് ചെയ്തത്. അത് കേട്ട് പത്മാവതി അമ്പരപ്പോടെ ചോദിക്കുക, എന്താ രാജു, എന്താ ഉണ്ടായത്? എന്താണെങ്കിലും നീ എന്നോട് തുറന്ന് പറ മോനെ. അമ്മേ, അത് അമ്മ തന്നുവിട്ട സ്വീറ്റ്സ് ആണെന്ന് ഞാൻ മേഡത്തിനോട് തുറന്ന് പറഞ്ഞില്ല. അത് തൽക്കാലം മേഡം അറിയരുതെന്നല്ലേ അമ്മയും ആഗ്രഹിക്കുന്നത്. ഞാനെങ്ങാനും ഇനി അമ്മയെ കാണുന്നുണ്ടെന്നുള്ള വിവരമെങ്ങാനും ഋതിക മേഡം അറിഞ്ഞാൽ ഇനിയും പിണക്കം കൂടത്തതേ ഉള്ളൂ. എന്നോട് വഴക്ക് തന്നെ അടിക്കുകയും ചെയ്യും. അമ്മയെ ഇപ്പം തന്നെ കാണണമെന്നും പറഞ്ഞ് ഋതിക മേഡം വാശി പിടിക്കുകയും ചെയ്യും. അതുകൊണ്ട് ഈ സ്വീറ്റ്സ് ഞാൻ എൻ്റെ അമ്മ ഉണ്ടാക്കിയതാണെന്നാണ് പറഞ്ഞത്. അങ്ങനെ ഋതിക മേഡത്തിനോടൊരു നുണയും പറയേണ്ടി വന്നമ്മേ. അങ്ങനെ രാജു ഋതികയ്ക്ക് സ്വീറ്റ്സ് കൊടുത്തതിന് ശേഷം അവിടെ ഉണ്ടായ കാര്യങ്ങളൊക്കെ അങ്ങനെ വിശദമായിട്ട് പത്മാവതിയോട് പറയുവാണ്. കൊച്ചമ്മണി ആ സ്വീറ്റ്സൊക്കെ കഴിച്ചിട്ട് രാധമ്മയോട് ചോദിച്ചതും രാധമ്മ ഞാൻ അങ്ങനെ ഒരു സ്വീറ്റ്സ് ഉണ്ടാക്കിയിട്ടില്ലെന്ന് പറഞ്ഞതും അത് കേട്ട് ഋതിക രാജുവിനോട് ചോദിച്ചതും, സത്യം പറ, ആ സ്വീറ്റ്സ് പിന്നെ ആരാ ഉണ്ടാക്കി തന്നത്? ഇതെവിടുന്ന് കൊണ്ടുവന്നതാ? സത്യം ഇപ്പോൾ എന്നോട് പറഞ്ഞോണം എന്നൊക്കെ ചോദിച്ചതും രാജു അപ്പോൾ ഋതികയോട് പറഞ്ഞു, അപ്പം തിന്നാ പോരെ, കുഴി എണ്ണണോ മേഡം? രാജു അങ്ങനെ പറഞ്ഞത് കേട്ട് പിണക്കത്തോടി ഋതിക പെട്ടെന്ന് കട്ടിൽ കയറി കിടന്നതും ഒക്കെ രാജു അങ്ങനെ പത്മാവതിയോട് പറയുവാണ്. ഉടനെ പത്മാവതി പറയുന്നു, രാജു, ഇത് ഓരോ ദിവസം കഴിയുന്തോറും നിങ്ങളുടെ പ്രശ്നം വഷളായിക്കൊണ്ട് പോവുകയാണല്ലോ. ഇതെത്രയും പെട്ടെന്ന് മാറ്റണം. ഇതിനെന്താണ് ഒരു സൊല്യൂഷൻ? ഇതിപ്പോൾ ചെറിയ ചെറിയ പ്രശ്നങ്ങളാണ്, ഇത് മെച്യൂരിറ്റിയുടെ പ്രോബ്ലമാണ്. നീ ഇങ്ങനെ ഈ മേഡം കൂടോ എന്നൊക്കെ വിളിച്ചുകൊണ്ട് ഒരു ഒരകലം ഇങ്ങനെ സൃഷ്ടിച്ച് നാണം കുണുങ്ങി നിൽക്കാതെ നിന്റെ മനസ്സിലുള്ള പ്രണയം അവളോട് തുറന്നു പറ. അവളത് കേൾക്കാൻ തയ്യാറല്ലെങ്കിൽ നീ ബലമായിട്ട് പിടിച്ചു നിർത്തി അവളോടത് പറയണം. ഒരു പക്ഷേ അവളത് കേൾക്കാൻ ആഗ്രഹിക്കുവാണെങ്കിലോ? അമ്മയ്ക്ക് മേഡത്തിനെ കാണണ്ടേ? മേഡത്തിനെ കണ്ടെത്തി ഞാൻ അമ്മയെ കാണിച്ചു കൊടുത്തെന്ന് കണ്ടു കഴിയുമ്പോൾ ഋതിക മേഡത്തിൻ്റെ പിണക്കമൊക്കെ അങ്ങ് മാറും. അവരങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ആ സമയത്ത് രാജുവിൻ്റെ ഫോണിലോട്ട് പ്രതാപൻ്റെ കോൾ വരുന്നുണ്ട്. അയ്യോ അമ്മേ, വർമ്മ സാറാണല്ലോ വിളിക്കുന്നത്. ഉടനെ പത്മാവതി പറയാം, നീ ആ ഫോണൊന്ന് സ്പീക്കറിലിട്, ഞാൻ എങ്ങനെങ്കിലും പ്രതാപേട്ടൻ്റെ സ്വരം ഒന്ന് കേൾക്കട്ടെ. അത് കേട്ട് രാജു പുഞ്ചിരിച്ചുകൊണ്ട് പ്രതാപൻ്റെ ഫോൺ അങ്ങനെ സ്പീക്കറിലിട്ട് കേൾപ്പിക്കുവാണ്. പ്രതാപൻ ചോദിക്കുന്നു, രാജു നീ എവിടെയാ? സാറേ, അത് ഞാൻ പുറത്തൊരു കാര്യത്തിനായിട്ട് വന്നിരിക്കുക. അപ്പോൾ പ്രതാപൻ പറയുന്നു, നീ വേഗം ഇങ്ങോട്ട് വാ, നമുക്കൊരിടം വരെ പോകാനുണ്ട്. ഞാൻ ഇപ്പോൾ തന്നെ വരാം സാർ എന്നിങ്ങനെ പറയുമ്പോഴേക്കും പ്രതാപൻ ഫോൺ കട്ട് ചെയ്യുവാണ്. പത്മാവതിയോട് രാജു പറയുന്നു, അമ്മേ, എനിക്ക് അത്യാവശ്യമായിട്ടും വർമ്മ സാറിൻ്റെ അടുത്തോട്ട് പോകേണ്ടതായിട്ടുണ്ട്. ഐശുവിൻ്റെ ക്ലാസ് കഴിയുമ്പോഴേക്കും ഞാനിങ്ങ് വരാം. ശരി മോനെ എന്നിങ്ങനെ പത്മാവതി പറയുമ്പോൾ രാജു അവിടെ നിന്ന് അങ്ങനെ പോവുകയാണ്. പ്രതാപൻ ഈ സമയത്ത് കാറിൻ്റെ അടുത്ത് ഇങ്ങനെ പുറത്തു വന്ന് നിൽക്കുവാണ്. അപ്പോൾ രാജു അങ്ങോട്ട് അടുത്ത് വന്ന് സംസാരിക്കുവാണ്. ഇതൊക്കെ ജനലിൻ്റെ അരികിൽ നിന്ന് അംബിക ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട്. അങ്ങനെ പ്രതാപനും രാജുവും കാറിൽ കയറി പെട്ടെന്ന് അവിടെ നിന്ന് അങ്ങ് പോവുകയാണ്. അംബിക ഇത് കണ്ട് മനസ്സിൽ പറയുക, എന്തോ പ്രശ്നങ്ങളുണ്ടല്ലോ, എന്തൊക്കെയോ രഹസ്യമായിട്ടാണല്ലോ അവർ സംസാരിച്ചത്. ആലോചിച്ചിട്ട് ഒരു എത്തും പിടിയും കിട്ടുന്നില്ലല്ലോ. ഒരു സ്പൈയെ നിയമിച്ചിട്ട് ഒരു പ്രയോജനവുമില്ല. എന്തായാലും ആ ജയനെ ഒന്ന് വിളിച്ചു നോക്കാം എന്ന് വിചാരിച്ചുകൊണ്ട് അംബിക പെട്ടെന്ന് ജയൻ്റെ ഫോണിലോട്ട് വിളിക്കുന്നുണ്ട്. ഫോൺ റിങ് ചെയ്യുന്ന കണ്ട് ആ റൂമിലോട്ട് വന്ന കൊച്ചമ്മണി അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ട് പറയുന്നു, ഈ മരവാഴ ഇത് എവിടെ പോയി കിടക്കുന്നു? എന്തായാലും എൻ്റെ മോൻ്റെ ചുറ്റിക്കളി ഒന്ന് കണ്ടുപിടിക്കണം എന്നും പറഞ്ഞ ഫോൺ അറ്റൻഡ് ചെയ്യുവാണ്. ജയനാണ് ഫോൺ അറ്റൻഡ് ചെയ്തിരിക്കുന്നതെന്ന് കരുതി അംബിക ചോദിക്കുന്നു, എന്താ ജയ, ഒരു ഉത്തരവാദിത്വമില്ലാതെ ഇങ്ങനെ കറങ്ങിയടിച്ച് നടക്കുവാണോ? ജയനെ ഞാൻ എൻ്റെ പേഴ്സണൽ അസിസ്റ്റൻ്റായിട്ട് നിയമിച്ചതേ ജോലി ചെയ്യാനും ശമ്പളം വാങ്ങിക്കാനുമാണ്. ഋതികയുടെയും രാജുവിൻ്റെ എല്ലാ രഹസ്യങ്ങളും എനിക്ക് ചോർത്തി തരുന്നതാണ് ജയൻ്റെ ജോലി. എന്നിട്ട് എന്തെങ്കിലും ഒരു രഹസ്യം ഇതുവരെ ജയന് ചോർത്തി തരാൻ കഴിഞ്ഞോ? അത് കേട്ട് കൊച്ചമ്മണി ഇങ്ങനെ മനസ്സിൽ പറയാം, അമ്പടാ പുളിസാ, അപ്പോൾ നീ ചാരപ്പണിയാണ് ചെയ്യുന്നത്, ഇപ്പം ശരിയാക്കി തരാവടാ. അംബിക ഇങ്ങനെ ഫോണിൽ കൂടെ പറയുവാണ്, എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് അവളെയോ അവനെയോ കൊടുക്കാൻ എന്തെങ്കിലും പറ്റിയോ ജയ ഇതുവരെയായിട്ടും? എന്താ ജയ നീ ഒന്നും മിണ്ടാത്തത്? ഞാൻ ഇത്രയൊക്കെ ചോദിച്ചിട്ട് നീ എന്താ ഒന്നും മിണ്ടാതെ നിൽക്കുന്നത്? അപ്പോൾ പെട്ടെന്ന് കൊച്ചമ്മണി പറയാ, അയ്യോ ഇത് ജയനല്ല, മുണ്ടയ്ക്കലമ്മണിയാ. എന്ത് മണ്ടയ്ക്കാട്ടമ്മയോ എന്നിങ്ങനെ അംബിക ചോദിക്കുവാണ്. അയ്യോ, മണ്ടയ്ക്കൽ ഭഗവതി ഒന്നും അല്ല, ഇത് മുണ്ടയ്ക്കൽ കൊച്ചമ്മണി. അത് കേട്ട് ദേഷ്യത്തോടെ അംബിക ചോദിക്കുന്നു, ആ നിങ്ങളായിരുന്നോ? അപ്പോൾ കൊച്ചമ്മണി പറയുക, ഇവിടുത്തെ രഹസ്യങ്ങൾ ഞാൻ ചോർത്തി തന്നാൽ മതിയോ? ഞാൻ നല്ല ഒന്നാന്തരമായിട്ട് ചോർത്തി തരാം മേഡം. പിന്നെ മാസാമാസം ശമ്പളമൊന്നും എനിക്ക് വേണ്ട, ഞാൻ ചോർത്തി തരുന്നതിനനുസരിച്ചുള്ള ശമ്പളം എനിക്ക് തന്നാൽ മതി.
ഓരോ ചോർത്തലിനും എനിക്ക് ഓരോ തുക കിട്ടണം. അപ്പോൾ അംബിക പറയാ, എനിക്ക് അവിടുത്തെ എല്ലാവരുടെയും കാര്യങ്ങളൊന്നും അറിയണ്ട, നിങ്ങൾ രാജുവിൻ്റെയും ഹൃതികേനെയും കാര്യങ്ങൾ മാത്രം ചോർത്തി തന്നാൽ മതി. അപ്പോൾ സന്തോഷം കൊണ്ട് കൊച്ചമ്മണി പറയാം, അയ്യോ ഞാനത് ഏറ്റ്, അവർ രണ്ടുപേരും എൻ്റെ ശത്രുക്കളാ. അപ്പോൾ ഈ ജോലി ഞാനങ്ങ് ആത്മാർത്ഥമായിട്ട് തന്നെ അങ്ങ് ചെയ്തു തരും. പുതിയ ഒരാളെ കിട്ടിയ സന്തോഷം കൊണ്ട് അംബിക പറയുന്നു, എന്നാൽ ശരി കൊച്ചമ്മണിയമ്മയ്ക്ക് ഞാൻ വേണ്ട പ്രതിഫലം അങ്ങ് തരാം. ഉടനെ കൊച്ചമ്മണി പറയാ, എന്നാൽ ഞാൻ ഇപ്പം തന്നെ ജോലിയിലോട്ടങ്ങ് പ്രവേശിച്ചോട്ടെ. ഇങ്ങോട്ട് പ്രവേശിക്കണ്ട, അവിടെ ഇരുന്നങ്ങ് ജോലി ചെയ്താൽ മതി എന്നിങ്ങനെ അംബികയും പറയുവാണ്. ഈ സമയം റൂമിലോട്ട് വന്ന ജയൻ നോക്കുമ്പോൾ കൊച്ചമ്മണി ജയൻ്റെ ഫോൺ എടുത്തിങ്ങനെ ആരോടോ സംസാരിക്കുന്നു. അത് കണ്ട് ജയൻ ദേഷ്യത്തോടെ, നിങ്ങൾ എൻ്റെ ഫോൺ എടുത്തല്ലേ എന്നും പറഞ്ഞ് ഫോണിങ്ങ് പിടിച്ചു വാങ്ങിച്ചിട്ട് സംസാരിക്കുവാണ്. ഹലോ ആരാ? അപ്പോൾ അംബിക ചോദിക്കും, താൻ ഇതുവരെ ഇതെവിടായിരുന്നു? ഒരു ജോലി ഏൽപ്പിച്ചാൽ അത് കൃത്യമായിട്ട് ചെയ്യണ്ടേടോ. മേഡം ഞാൻ കൃത്യമായിട്ട് തന്നെയാണ് മേഡം ചെയ്യുന്നത്. താൻ എന്ത് കൃത്യമായിട്ട് ചെയ്യുന്നെന്നാടോ പറയുന്നത്? താൻ ഇപ്പം തന്നെ വന്ന് എന്നെ കാണണം എന്നും പറഞ്ഞ് അംബിക ഫോൺ അങ്ങ് കട്ട് ചെയ്ത്. ജയൻ കൊച്ചമ്മണിയോട് ചോദിക്കുന്നു, എന്തിനാ തള്ളേ നിങ്ങൾ എൻ്റെ ഫോൺ എടുത്തത്? ആ ഫോൺ ഇവിടെ കിടന്ന് കുറേ നേരം കൊണ്ട് അടിയോടടി, അത് കണ്ടിട്ട് സങ്കടം തോന്നിയിട്ട് ഞാൻ അങ്ങ് എടുത്തതാടാ. ജയൻ ദേഷ്യത്തോടെ കൊച്ചമ്മണിയോട് പറയുക, വേണ്ട തള്ളേ, നിങ്ങളെൻ്റെ കഞ്ഞിയിൽ ആവണക്കെണ്ണ കോരി ഒഴിക്കാനാണ് ഭാവമെങ്കിൽ ഞാനൊരു മൃഗമായിട്ടങ്ങ് മാറും. അത് കേട്ടിട്ട് കൊച്ചമ്മണി പറയുക, ഓ എന്തിനാ മാറുന്നത്, അല്ലെങ്കിൽ തന്നെ നീ മൃഗമായിട്ട് തന്നെയല്ലേ ഇരിക്കുന്നത് എന്നിങ്ങനെ കളിയാക്കി പറഞ്ഞിട്ട് കൊച്ചമ്മണി അവിടെ നിന്ന് പോവുകയാണ്. ജയൻ അവിടെ നിന്ന് പറയുക, എങ്ങനെയെങ്കിലും ഒന്ന് ജീവിക്കാമെന്ന് വിചാരിച്ചാൽ അവിടെ എല്ലാം വന്ന് ഈ തള്ള കൊളവാക്കും. ഇവരെന്തൊക്കെയാണോ ഇനി അംബിക വർമ്മയോട് പറഞ്ഞതെന്ന് ആർക്കറിയാം. അങ്ങനെ അംബിക ജയനെയും കൂട്ടിയിട്ട് ഋതികയുടെ ഓഫീസിലോട്ട് വരികയാണ്. അംബികയും ജയനെയും കണ്ട് അവിടെ നിൽക്കുന്ന സ്റ്റാഫുകളൊക്കെ ഗുഡ് മോർണിംഗ് പറയുന്നുണ്ട്. അംബികയും ജയനും ഗുഡ് മോർണിംഗ് തിരിച്ചു പറയുന്നു. എന്നിട്ട് അംബിക ജയനോട് പറയുന്നത്, നീ ഗുഡ് മോർണിംഗ് ഒന്നും പറയണ്ട. ശരിയാ മാഡം, എനിക്ക് ഗുഡ് മോർണിംഗ് ഇല്ലല്ലോ, നമുക്ക് ഋതികയുടെ ക്യാബിനിലോട്ട് പോകാം എന്നും പറഞ്ഞ് ജയനെയും കൂട്ടിയിട്ട് അംബിക വരുമ്പോൾ അവിടെ നിൽക്കുന്ന ഒരു സ്റ്റാഫ് പറഞ്ഞു, സോറി മാഡം, MDയെ കാണണമെങ്കിൽ നേരത്തെ പെർമിഷൻ വാങ്ങിക്കണം. അപ്പോൾ സാന്ദ്ര അങ്ങോട്ട് വന്നിട്ട് അംബികയോട് ചോദിക്കുന്നു, മാഡം ഋതിക മാഡത്തെ കാണാൻ വന്നതാണോ? അതെ എന്ന് അംബിക പറയുമ്പോൾ സാന്ദ്ര പറയുന്നു, ഞാൻ മാഡത്തിനോട് അത് ചോദിക്കട്ടെ. പെട്ടെന്ന് സാന്ദ്ര ഋതികയോട് ഫോണിൽ പറയുന്നു, മാഡത്തിനെ കാണാൻ അംബിക വർമ്മ വന്നിട്ടുണ്ടെന്ന്. എന്നിട്ട് സാന്ദ്ര അംബികയോട് പറയുന്നു, മാഡം അകത്തോട്ട് ചെല്ലാൻ പറഞ്ഞെന്ന്. അപ്പോൾ ആ സമയത്ത് ദേഷ്യത്തോടെ അംബിക പറയുക, ഈ നിൽക്കുന്നവളുമാരോടൊന്ന് പറഞ്ഞു കൊടുക്കും ഞാൻ ആരാണെന്ന്. അപ്പോൾ സാന്ദ്ര അവർക്ക് പറഞ്ഞു കൊടുക്കുന്നു, ഇത് MDയുടെ അമ്മായിയാണ്. ഉടനെ അംബിക തലക്കനത്തോടെ പറയുന്നു, മിനിസ്റ്റർ പ്രതാപൻ്റെ ചേച്ചിയാണ് ഞാൻ. അപ്പോൾ ജയൻ അത് കേട്ട് മനസ്സിൽ പറയുന്നു, മന്ത്രിയെ നാണം കെടുത്താനുണ്ടായ ഒരു ചേച്ചി, ഇവർ വെറും തറയാ, പരമ ദുഷ്ടയാ, ഇതൊക്കെ എനിക്കല്ലേ അറിയാവൂ. അംബിക ഉടനെ സാന്ദ്രയോട് പറഞ്ഞു, ഇതെൻ്റെ പേഴ്സണൽ അസിസ്റ്റൻ്റാണ് എന്നും പറഞ്ഞ് ജയനെ പരിചയപ്പെടുത്തുന്നുണ്ട്. അപ്പോഴവിടെ നിൽക്കുന്ന ഒരു സ്റ്റാഫ് പറയുന്നു, ഈ സാറിനെ ഞങ്ങൾക്ക് നന്നായിട്ടറിയാം അല്ലേ സാറേ എന്നിങ്ങനെ പറയുമ്പോൾ ജയൻ ഇങ്ങനെ ചമ്മലോടെ നോക്കി നിൽക്കുവാണ്. ജയൻ അപ്പോൾ മനസ്സിൽ ഓർക്കുവാണ്, അന്ന് ജയൻ്റെയും കൊച്ചമ്മയുടെയും നേർക്ക് ഈ സ്റ്റാഫുകൾ അന്ന് തോക്കും ചൂണ്ടി വന്നത്. സാന്ദ്രയോടൊപ്പം അന്ന് അങ്ങോട്ട് വന്ന ഋതിക മാഡത്തിനെ അവിടെ വെച്ച് ഋതികയുടെ കാല് പിടിച്ചതൊക്കെ ഇങ്ങനെ ജയൻ ഓർക്കുവാണ്. ചമ്മലോടെ നിൽക്കുന്ന ജയനെ നോക്കി സാന്ദ്രയും മറ്റു സ്റ്റാഫൊക്കെ ചിരിക്കുന്നുണ്ട്. ഇതൊന്നും അറിയാത്ത അംബിക ജയനെയും കൂട്ടിയിട്ട് ഋതികയുടെ ക്യാബിനിലോട്ട് പോവുകയാണ്. ഋതികയോട് അങ്ങനെ അംബിക വന്നിട്ട് ചോദിക്കുന്നു, എങ്ങനെയുണ്ട്, കാര്യങ്ങളൊക്കെ നന്നായിട്ട് പോകുന്നില്ലേ? ജയൻ ഇങ്ങനെ മനസ്സിൽ പറയുക, ഇവരിന്ന് വല്ലതുമൊക്കെ മേടിച്ച് കൂട്ടാൻ വേണ്ടി വന്നിരിക്കുക, എനിക്കിത് കാണുന്ന ഒരു രസം തന്നെയാണ്. അംബിക ഋതിയോട് പറയുക, ഓഫീസിലെ കാര്യങ്ങളൊക്കെ എൻ്റെ മോൾ എത്രത്തോളം ശ്രദ്ധിക്കുന്നുണ്ടെന്ന് അറിയാൻ വന്നതാണ്. എന്തായാലും മോടെ അമ്മായി അല്ലേ ഞാൻ. ഋതിക ഉടനെ ജയനെ നോക്കിയിട്ട് പറയുന്നു, ജയേട്ടാ ഇരിക്ക്. ഓ ഇരിക്കാമല്ലോ എന്നും പറഞ്ഞ് ജയൻ ഇരിക്കാൻ തുടങ്ങുമ്പോൾ അംബിക പറയുന്നു, നീ ഇരിക്കണ്ട, അവിടെ നിന്നാ മതി. ഇരിക്ക് ജയേട്ടാ എന്നിങ്ങനെ ഋതിക വീണ്ടും പറയുമ്പോൾ അംബിക പറയുന്നു, അവൻ എൻ്റെ PA ആണ്, അതുകൊണ്ട് PA നിന്നാൽ മതി. അത് കേട്ടിട്ട് ഋതിക പറയാ, PA ഒക്കെ അമ്മായി അത് വീട്ടിലല്ലേ, എനിക്ക് ഇദ്ദേഹം എൻ്റെ ചേട്ടനാണ്, ഇത് എൻ്റെ ഓഫീസാണ്, ജയേട്ടൻ അവിടെ ഇരിക്ക്. അപ്പോൾ ജയൻ പറയുക, ഈ പോലീസ് സ്റ്റേഷനിൽ പ്രതികൾ ഇരിക്കുന്ന പോലെ ഇങ്ങനെ ഇരുന്നാൽ മതിയോ? അപ്പോൾ ദേഷ്യത്തോടെ ഋതിക പറയാ, ജയേട്ടനോട് അവിടെ ഇരിക്കാനാ പറഞ്ഞത്. അത് കേട്ട് പെട്ടെന്ന് ജയൻ ആ കസേരയിലോട്ടങ്ങ് ഇരിക്കുകയാണ്. അംബിക ദേഷ്യത്തോടുകൂടി ജയനെ നോക്കുന്നത് ഋതിക ശ്രദ്ധിക്കുന്നുണ്ട്.
ഋതികയോട് അംബിക പറയുന്നത്, ഞാൻ സദുദ്ദേശത്തോടുകൂടിയാണ് ഇങ്ങോട്ട് വന്നത്. അതിന് ഞാൻ ദുരുദ്ദേശത്തോടെ ഒന്നും പെരുമാറിയില്ലല്ലോ അമ്മായി. നിന്റെ സ്ഥാപനങ്ങളൊക്കെ നന്നായിട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്നവളാ ഞാൻ. അത് കേട്ട് ചിരിച്ചോണ്ട് ഋതിക പറയാ, ഇത് ഓഫീസല്ലേ അമ്മായി, ഇവിടെ ചില പ്രിൻസിപ്പിൾസ് ഒക്കെ പാലിക്കേണ്ടതായിട്ടുണ്ട്. അതനുസരിച്ചല്ലേ എനിക്ക് പെരുമാറാൻ പറ്റത്തുള്ളൂ. അംബികയ്ക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. അംബിക പറയാ, പ്രതാപൻ എൻ്റെ ആങ്ങളെയാ, അവൻ്റെ മകളാ നീ അത് മറക്കണ്ട. ഞാൻ ആ ഒരു കാര്യം മറക്കാത്തത് കൊണ്ടല്ലേ അമ്മായിയും മകനും ഇന്ന് ജീവിച്ചിരിക്കുന്നത് തന്നെ. അത് കേട്ടിട്ടുടനെ അംബിക പറയാ, അപ്പോൾ കഴിഞ്ഞ കുറെ കാര്യങ്ങളൊക്കെ മനസ്സിൽ വെച്ചോണ്ടാണ് നീ എന്നോട് ഇങ്ങനെയൊക്കെ പെരുമാറുന്നതല്ലേ? നീ എന്നോട് പകരം വീട്ടുവാണല്ലേ? ഞാൻ പകരം വീട്ടാൻ തുടങ്ങിയിട്ടില്ലല്ലോ അമ്മായി, ഇനി തുടങ്ങാൻ പോകുന്നതല്ലേ ഉള്ളു. ഉടനെ ജയൻ പെട്ടെന്ന് പറയാം, മോളെ വഴക്കൊന്നും വേണ്ട. അത് കേട്ട് ദേഷ്യത്തോടെ അംബിക, നിന്റെ മധ്യസ്ഥതയൊന്നും ഇവിടെ വേണ്ടടാ. ഋതിക അംബികയോട് പറയുന്നു, ഇതൊരു ഓഫീസാണ്, അത് നിങ്ങൾ മറക്കരുത്. നിന്റെ ഓഫീസിലോട്ട് കയറി വന്ന എന്നെ നീ അപമാനിക്കുവാണില്ലേ? ഈ ബിസിനസ് സ്ഥാപനങ്ങളൊക്കെ നന്നായിട്ട് പോകണമെന്ന് എനിക്കും ആഗ്രഹമുണ്ട്. അത് കേട്ടിട്ട് നമ്മുടെ ഋതിക പറയുക, അമ്മായി എന്തിനാ ഇങ്ങോട്ട് കയറി വന്നതെന്ന് എനിക്ക് നല്ല ക്ലിയറായിട്ട് അറിയാം. എൻ്റെ അച്ഛൻ്റെ പെങ്ങൾ ചമഞ്ഞ് പൊങ്ങച്ചം കാണിച്ച് എന്നെ മറ്റുള്ളവരുടെ മുന്നിൽ ഇൻസൾട്ട് ചെയ്യാൻ. അത് കേട്ടിട്ട് ജയന് ചിരി വന്നിട്ട് ജയൻ പറയുക, അയ്യോ മോക്കത് എത്ര കൃത്യമായിട്ട് എങ്ങനെ അറിയാം? അംബിക ദേഷ്യത്തോടെ എടാ എന്നിങ്ങനെ ജയനെ വിളിക്കുമ്പോൾ ജയൻ പറയുക, അയ്യോ എൻ്റെ സെൻസ് മൊത്തം പോയി, ഫുൾ ബ്ലാക്കായി പോയി. അംബിക വീണ്ടും ഋതികയോട് പറയുക, വളരെ സന്തോഷത്തോടെ എൻ്റെ ആങ്ങളയുടെ മോടെ ഓഫീസിലോട്ട് കയറി വന്നതാ ഞാൻ, നിന്റെ നന്മകളൊക്കെ ഒന്ന് കാണാൻ വേണ്ടി. അപ്പോൾ ഋതിക പറയുക, ഇന്നലെ വരെ എൻ്റെ നന്മകളൊന്നും കാണാൻ ആഗ്രഹിക്കാത്ത അമ്മായി ഇന്നെൻ്റെ നന്മ കാണാനാ വന്നതെന്ന് പറഞ്ഞാൽ ഞാൻ എങ്ങനെ വിശ്വസിക്കാനാ? അമ്മായി പറ, ഞാൻ വിശ്വസിക്കണോ? അംബിക ദേഷ്യത്തോടെ, ഇതിന് ഞാൻ പകരം വീട്ടും. അമ്മായി പകരം വീട്ടുമ്പോൾ അതിൻ്റെ 10 ഇരട്ടി കിട്ടുമെന്നുള്ള വിചാരത്തോടെ വന്നാൽ മതി. അതുകൊണ്ട് നമ്മൾ തമ്മിലുള്ള ഫൈറ്റ് ഒന്നും ഇവിടെയുള്ള സ്റ്റാഫുകൾ അറിയണ്ട. പെട്ടെന്ന് അമ്മായി ഇവിടുന്ന് സ്ഥലം വിട്ടോ. ഋതിയെ അങ്ങനെ പറഞ്ഞത് കേട്ട് ദേഷ്യത്തോടെ വാടാ ഇങ്ങോട്ട് എന്നും പറഞ്ഞ് ജയനെയും വിളിച്ചുകൊണ്ട് അംബിക അവിടെ നിന്ന് അങ്ങ് പോവുകയാണ്. രാജു ഇങ്ങനെ ബൈക്കിൽ വരുവാണ്. രാജു ബൈക്കിൽ വരുമ്പോഴും മനസ്സിൽ ആലോചിക്കുന്നുണ്ട്, ചേടാ ഈ ജഗന്നാഥൻ അങ്കിളിനെ അവരെവിടെ കൊണ്ടുപോയി പൂട്ടിയിട്ടിരിക്കുവാണ്? എത്ര അന്വേഷിച്ചിട്ടും കണ്ടുപിടിക്കാൻ പറ്റുന്നില്ലല്ലോ. അവിടെ അടുത്ത് കാണുന്ന ഒരു ചായക്കടയിലോട്ട് ചെന്ന് രാജു ഒരു ചായ കുടിക്കാനായിട്ട് ഒരുങ്ങുവാണ്. രാജു അങ്ങനെ ചായക്കടക്കാരനോടൊരു ചായയൊക്കെ ചോദിച്ചിട്ട് അങ്ങനെ നിൽക്കുമ്പോൾ ഒരാൾ അടുത്ത് വന്നിട്ട് പറയുന്നു, സാറേ കയ്യിൽ കാശില്ലാത്തതുകൊണ്ട് ചോദിക്കുക, എനിക്കൊരു ചായയും കടിയും വാങ്ങി തരുമോ? അതിനെന്താ, ചേട്ടൻ വാ, ചേട്ടൻ എന്തുവാ വേണമെന്ന് വെച്ചാൽ വാങ്ങിച്ച് കഴിച്ചോ എന്ന് പറഞ്ഞിട്ട് രാജു കടക്കാരനോടും പറയുന്നു, ഈ ചേട്ടന് ആവശ്യമുള്ളതൊക്കെ കൊടുക്കണമെന്ന്. ചായക്കടക്കാരൻ ചോദിക്കുന്നു, ശാസ്ത്രിക്ക് എന്താണ് കഴിക്കാൻ വേണ്ടത്? എനിക്ക് 2 ദോശയും ചമ്മന്തിയും ഒരു ചായയും മതി. രാജു അപ്പോൾ പറയുന്നുണ്ട്, ആവശ്യമുള്ളതൊക്കെ വാങ്ങി കഴിച്ചോളൂ, കാശിൻ്റെ കാര്യം ഓർത്ത് വിഷമിക്കണ്ട. അയ്യോ എനിക്കിത് ഇത്രയും മാത്രം മതി എന്നാ ചേട്ടൻ പറയുന്നുണ്ട്. ജഗന്നാഥനും വേണുവും പ്രതാപനും ചേർന്നിരിക്കുന്ന ആ പഴയ ഫോട്ടോ രാജു ആ ചേട്ടനെ കാണിച്ചിട്ട് ചോദിക്കുന്നു, ഈ ഫോട്ടോയിൽ കാണുന്ന ഇയാളെ എവിടെങ്കിലും വെച്ച് കണ്ടിട്ടുണ്ടോ? ജഗന്നാഥനെ അങ്ങനെ കണ്ടിട്ടില്ലെന്ന് ശാസ്ത്രി പറയുമ്പോൾ ആ ചായക്കടക്കാരനും വന്നിട്ട് ചോദിക്കുന്നു, എന്നെ ഒന്ന് കാണിച്ച് ഞാനും ഒന്ന് നോക്കട്ടെ. അയാളെ നോക്കിയിട്ട് പറയുന്നു, അയ്യോ കണ്ടിട്ടില്ലല്ലോ എന്ന്. ആ ചായക്കടക്കാരൻ പറയുന്നുണ്ട്, ഇദ്ദേഹം വലിയ ജ്ഞാനിയാണ്, ജ്യോതിഷമൊക്കെ അറിയാവുന്ന ആളാണ്, വളരെ പ്രശസ്തനാണ് എന്നൊക്കെ പറയുമ്പോൾ ശാസ്ത്രി പറയുക, അയ്യോ ഞാൻ അത്ര വലിയ പ്രശസ്തനൊന്നുമല്ല, ഞാൻ വെറും ഒരു യാചകനാണ്. എന്നിട്ട് ആ ഫോട്ടോയിൽ നോക്കിയിട്ട് ജഗന്നാഥനെ കണ്ടിട്ട് പറയുന്നു, ഇദ്ദേഹം എവിടെയോ ഒരു തടവറയിലാണ് കഴിയുന്നത്, അതിപ്പോൾ എവിടെയാണെന്ന് എനിക്ക് പറയാൻ പറ്റുന്നില്ല. രാജു അപ്പോൾ മനസ്സിൽ പറയുന്നുണ്ട്, ശരിയാണല്ലോ ഇദ്ദേഹം പറയുന്നത്. ശാസ്ത്രികൾ ജയനോട് പറയുന്നുണ്ട്, എൻ്റെ മനസ്സിലുള്ള ഒരാളാണ് എൻ്റെ മുന്നിലിരിക്കുന്നതെന്ന് എനിക്ക് തോന്നി, അതുകൊണ്ടാണ് ഒരു ചായ മേടിച്ച് തരാൻ ഞാൻ ആവശ്യപ്പെട്ടത്. കുഞ്ഞ് എന്നോട് ദയവ് കാട്ടി, ഞാൻ അപ്പോൾ ഒരല്പം സ്നേഹമെങ്കിലും അങ്ങോട്ട് കുഞ്ഞിന് തിരിച്ചു തരണ്ടേ? ഞാൻ മോൻ്റെ മുഖം കണ്ടു, മനസ്സിൻ്റെ കണ്ണാടിയാണ് മോൻ്റെ മുഖം, മോൻ്റെ മനസ്സിലുള്ളത് ചിലതൊക്കെ ഞാൻ മോനോട് പറഞ്ഞോട്ടെ എന്ന് പറയുമ്പോൾ രാജു പറയുന്നു, പറഞ്ഞോളൂ. കുറച്ച് ദിവസം കൊണ്ട് മോൻ വല്ലാത്ത ഒരു അസ്വസ്ഥതയിലാണ്, അതായത് തിരയും തീരവും തമ്മിലുള്ള മത്സരം. രണ്ടും പ്രണയം തന്നെയാണ്. അങ്ങനെയുള്ള ഒരു പെൺകുട്ടിയാണ് മോൻ വിവാഹം കഴിച്ചിരിക്കുന്നത്. എന്നാൽ മോന് അവളോട് പ്രണയം ഉണ്ടായിരുന്നില്ല. വിവാഹത്തിന് ശേഷം പ്രണയം ഉണ്ടായപ്പോൾ അത് മോന് തുറന്നു പറയാനും പറ്റുന്നില്ല. എന്താ ഞാൻ പറഞ്ഞത് ശരിയല്ലേ എന്ന് ശാസ്ത്രി ചോദിക്കുമ്പോൾ രാജു പറയുന്നുണ്ട്, ശരിയാണ്. അപ്പോഴാ ശാസ്ത്രി പറയുവാണ്, പൂർണ്ണചന്ദ്രനിൽ മോൻ്റെ മുഖം കണ്ട് പ്രണയിച്ച ആ പെൺകുട്ടിയെ ഒരിക്കലും നിരസിക്കരുത്, അത് ദൈവകോപം ഉണ്ടാവും. അത് കേട്ട് രാജു ചോദിക്കുന്നു, പൂർണ്ണചന്ദ്രനിൽ മുഖം കണ്ട പെൺകുട്ടിയോ?
അതാരാണ് എന്ന് ചോദിക്കുമ്പോൾ ആ ശാസ്ത്രി പറയുന്നു, ആ പെൺകുട്ടിയാണ് മോൻ വിവാഹം കഴിച്ചിരിക്കുന്നത്. അതാണ് മോൻ്റെ ഭാര്യ. അതൊരു ദേവതയാണ്, ഒരു രാജകുമാരിയാണ്. ആ കുട്ടിയാണ് മോൻ്റെ ഐശ്വര്യം. അവളൊരു വിളക്കാണ്. വർണ്ണമാല്യം ദൈവത്തിൻ്റെ വരദാനമാണ്. എല്ലാ വിവാഹങ്ങളും ദൈവത്തിൻ്റെ തീരുമാനമാണ്. നിങ്ങളെ ഒരുമിപ്പിച്ചത് തന്നെ ദൈവത്തിൻ്റെ ചില പദ്ധതികൾ ഉള്ളതുകൊണ്ടാണ്. മനസ്സ് വിഷമിച്ചിരിക്കുന്ന മോൻ്റെ അടുത്തോട്ട് എന്നെ അയച്ചത് ദൈവമാണ്. ഒരു ദൈവദൂതനാണ് ഞാൻ. പൂർണ്ണചന്ദ്രനിൽ മോൻ്റെ മുഖം കണ്ട് ആ പെൺകുട്ടി പ്രണയിച്ചുവെങ്കിൽ അതേ അമ്പിളിക്കലയിൽ മോനും ആ പെൺകുട്ടിയുടെ മുഖം കണ്ട് പ്രണയിക്കും. അങ്ങനെ മോൻ്റെ മനസ്സിലുള്ള പ്രണയം മോൻ ആ പെൺകുട്ടിക്ക് നൽകും. ഈശ്വരൻ നിങ്ങളെ രണ്ടുപേരെയും അനുഗ്രഹിക്കട്ടെ. ഇതെല്ലാം കേട്ട് സന്തോഷത്തോടെ രാജു പറയുന്നു, ഇതെല്ലാം വ്യക്തമായി എനിക്ക് പറഞ്ഞു തന്ന അങ്ങയോട് ഒരുപാട് നന്ദിയുണ്ട്. രാജു ഒരു 500 രൂപ എടുത്ത് അദ്ദേഹത്തിൻ്റെ നേരെ നീട്ടുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, വേണ്ട, എനിക്ക് വിശപ്പിന് ആഹാരം വാങ്ങിത്തന്ന മോനോടല്ലേ ഞാൻ നന്ദി പറയേണ്ടത്. അങ്ങനെ പറഞ്ഞുകൊണ്ട് ആ ശാസ്ത്രി ഭക്ഷണം കഴിക്കുവാണ്. രാജു മനസ്സിൽ പറയുന്നു, എനിക്ക് ഹൃദയ മേഡത്തിനോടൊരു കരുതലല്ലായിരുന്നോ, ഒരു ബോഡി ഗാർഡിൻ്റെ പോലെ? അതോ ഇനി അതിൽ പ്രണയം ഉണ്ടായിരുന്നോ എന്നിങ്ങനെ രാജു ആലോചിച്ചുകൊണ്ടിരിക്കുവാണ്. അപ്പോൾ ഫ്രണ്ട്സ്, രാജുവിൻ്റെയും ഹൃതികയുടെയും ജീവിതം സന്തോഷപൂർണ്ണമാകാൻ വേണ്ടി ഈശ്വരൻ തന്നെ ദൈവദൂതനെ അയച്ചിരിക്കുവാണ്. ഇനി പൂർണ്ണചന്ദ്രനിൽ രാജു ഹൃതികയുടെ മുഖം കണ്ടു കഴിയുമ്പോൾ രാജുവിൻ്റെ മനസ്സിലെ പ്രണയം ഉണരും. അങ്ങനെ അവർ രണ്ടുപേരും സന്തോഷത്തോടെ കഴിയുമെന്നുള്ള പ്രതീക്ഷയോടെ നമുക്ക് അടുത്ത റിവ്യൂവിൽ കാണാം. എൻ്റെ ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻസും, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യണേ.